നമസ്കാരം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയ കർണാടക മന്ത്രി കെ.എൻ. രാജണ്ണ രാജിവെച്ചു. ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് മോഷണം വലിയ പ്രശ്നമായി പാർട്ടി ഉന്നയിക്കുന്നതിനിടെ കർണാടകയിൽ ക്രമക്കേട് കണ്ടെത്തിയ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസ് ഭരണകാലത്ത് എന്ന പ്രസ്താവനയാണ് രാജണ്ണയുടെ രാജിയിൽ കലാശിച്ചത്. തന്റെ വിശ്വസ്തനായ രാജണ്ണയുടെ രാജി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചോദിച്ചു വാങ്ങിയായിരുന്നു. വിധാൻ സൗധയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാജണ്ണ രാജി സമർപ്പിച്ചത്. ഇതിനു പിന്നാലെ രാജണ്ണയെ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസ് അധികാരത്തിലിരിക്കെയാണ് കർണാടകത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടായതെന്നാണ് രാജണ്ണ കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. എപ്പോഴാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്? നമ്മുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് അത് തയ്യാറാക്കിയത്. ആ സമയത്ത് എല്ലാവരും കണ്ണടച്ച് നിശബ്ദരായി ഇരിക്കുകയായിരുന്നു. അനൗദ്യോഗികമായി സംസാരിച്ചാൽ പലതും പറയേണ്ടി വരും. രാജണ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ ക്രമക്കേടുകൾ സംഭവിച്ചു എന്നത് സത്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കൺമുന്നിലാണ് ഈ ക്രമക്കേടുകളെല്ലാം നടന്നത്. നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണം. ഭാവിയിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. കെ.എൻ. രാജണ്ണയുടെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുകയായിരുന്നു. കരട് വോട്ടർ പട്ടികയും മറ്റും പുറത്തു വരുമ്പോൾ കൃത്യസമയത്ത് ഇടപെടേണ്ടത് നേതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നും രാജണ്ണ പറഞ്ഞത് ശരിയെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാൻ നേതാക്കൾ തയ്യാറായില്ല. മഹദേവപുരയിൽ വോട്ടർ ക്രമക്കേട് നടന്നതായി രാജണ്ണ സമ്മതിച്ചിരുന്നു. രാജണ്ണയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്നത് തരത്തിലായതിനാലാണ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. ഇതോടെ രാജണ്ണയെ പുറത്താക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം രാജണ്ണയുടെ രാജി കോൺഗ്രസിനെതിരായ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷമായ BJP. കോൺഗ്രസിൽ ജനാധിപത്യമില്ലെന്നും സത്യം പറയുന്നവരെ രാജിവെക്കാൻ നിർബന്ധിക്കുകയാണെന്നും മുതിർന്ന BJP നേതാവ് CT രവി പരിഹസിച്ചു. രാജണ്ണയുടെയും നിയമകാര്യമന്ത്രി HK പാട്ടീലിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് BJP സഭയിൽ ബഹളം വെച്ചിരുന്നു.